പുണ്യപൂർണ്ണത കുറച്ച് വിഷമമുള്ള കാര്യമാണെന്നത് വിസ്മരിക്കാവുന്നതല്ല. മധ്യസ്ഥരുടെ ഉപദേശങ്ങൾ കേട്ട് കേട്ട് ചിലപ്പോൾ ചിന്ത നമുക്ക് വരും, ഇങ്ങനെയൊക്കെ ആരെ കൊണ്ട് ജീവിക്കാൻ പറ്റും, ഇങ്ങനെ വല്ലതും നമുക്ക് നടക്കുന്ന കാര്യമാണോ, ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, അങ്ങനത്തെ ചിന്ത വേണേൽ അനുഭവപ്പെടാം. അത് സാത്താൻ ഇട്ട് തരുന്ന ചിന്തയാണെന്നുള്ളത് മധ്യസ്ഥ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഇങ്ങനെ ജീവിക്കാനൊന്നും പറ്റിയല്ല, എല്ലാവരും ജീവിക്കുന്നത് ജീവിച്ചാൽ മതി എന്നുള്ള ലൗകിക ചിന്ത, അങ്ങനെ ചിന്തയൊന്നും വേണ്ട. നല്ല ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവിടുത്തെ സദൃശ്യത്തിലും ഛായയിലുമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മുടെ ശേഷിയും സിദ്ധിയും കാര്യങ്ങളും എല്ലാം എന്തുമാത്രം ഉണ്ടെന്ന് ഏറ്റവും അറിയാവുന്ന അവിടത്തേക്ക് തന്നെയാണ്. അങ്ങനെയുള്ള അവിടുന്ന് തന്നെയാണ് ഭൂമിയിൽ വന്ന് മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് ഉപദേശങ്ങൾ നൽകി നമ്മൾ എങ്ങനെയാണ് പുണ്യത്തിൽ ജീവിച്ച് വളർന്നു വരേണ്ട സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരേണ്ടതെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോൾ നിങ്ങൾ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മക്കളായിട്ട് തീരും എന്ന് ഈശോ പറഞ്ഞെങ്കിൽ, അത് അവിടുന്ന് തന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നുവെങ്കിൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അതെങ്ങനെ സാധിക്കും? പൗലോസ് അപ്പോസ്തലൻ ഈശോ പറഞ്ഞില്ലേ, നിനക്ക് എൻ്റെ കൃപ മതി.